ജൂലൈ 31 ബുധനാഴ്ച. മത്തായി 13:44 മുതൽ 46 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിധി എന്താണ്? അത് വലിയ സമ്പത്തോ രാഷ്ട്രീയ അധികാരമോ അതോ സ്നേഹബന്ധമോ? ഈ ലക്ഷ്യങ്ങൾക്കായി കുറേ സമയം ചെലവഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പലപ്പോഴും അവസാനം നമ്മൾ നിരാശരാകും. ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ തെറ്റായ ലക്ഷ്യം പിന്തുടരുകയായിരുന്നെന്ന് അപ്പോൾ നാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായന സ്വർഗരാജ്യം എന്താണ് എന്നതിന് യേശു പല രൂപകങ്ങളും ഉദാഹരണങ്ങളും ഉപയോഗിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, സ്വർഗരാജ്യം ഒരാൾ വയലിൽ കണ്ടെത്തിയ ഒരു നിധി പോലെയാണ്. അവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. മറ്റൊരു ഉപമ കർത്താവ് പറയുന്നത്, അപൂർവവും മനോഹരവുമായ ഒരു മുത്ത് കണ്ടെത്തുന്ന മനുഷ്യൻ തൻ്റെ എല്ലാ വസ്തുക്കളും വിറ്റ് ഈ അപൂർവ മുത്ത് വാങ്ങുന്നു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിധി എന്താണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ നിധി എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും ഉണ്ടായിരിക്കുമെന്നത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടാവുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മുടെ നിധിയെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം അപ്പോൾ പിന്നോട്ട് പോകും. ഇന്ന് യേശു നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ നിധി അന്വേഷിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ആരെയാണ് ഏറ്റവും അമൂല്യമായി കാണുന്നത്? ആ ആളിനോട് അല്ലെങ്കിൽ വ്യക്തികളോടുള്ള എൻ്റെ സ്നേഹവും കരുതലും ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുന്നു? അവർ എനിക്ക് എത്ര പ്രധാനമാണ് എന്ന് ഞാൻ അവരോട് ഇടയ്ക്കിടെ പറയാറുണ്ടോ? അതോ ഞാൻ പലപ്പോഴും അവരെ നിസ്സാരമായി കാണാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ സ്വർഗരാജ്യത്തിനായി കാക്ഷിക്കുന്നുണ്ടോ? ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഞാൻ സ്വർഗരാജ്യത്തിനായി തിരയുന്നുണ്ടോ? ദൈവം അല്ലെങ്കിൽ യേശുനാഥൻ അല്ലെങ്കിൽ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് അല്പസമയം ദൈവം നമുക്ക് നൽകുന്ന ആ ദാനങ്ങളിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് ദാതാവിന് നന്ദി പറയുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.